ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗിവ് അവേ റിലേറ്റഡ് ആയിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഒരു ഗിവ് അവേ വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം കാണിച്ച മാർസിൻ്റെ ഈ ഒരു പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ കൂടെ പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഇപ്പം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹലോ, എൻ്റെ പേര് ഷാമിലി. ഞാൻ ഒരു 5 വർഷമായിട്ട് ഇപ്പം മലേഷ്യയിലാണുള്ളത്. അപ്പോൾ എൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി, ഫാഷൻ, പിന്നെ അധികവും മലേഷ്യൻ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ്. ചാനൽ ഒന്ന് കയറി നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് ക്വിക്കായിട്ട് ഇതിൻ്റെ ഒക്കെ ഒരു റിവ്യൂ കാണാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് മേക്കപ്പ് തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അവരുടെ ഈ ഒരു പാക്ക് ലിപ്സ്റ്റിക് 3 ലിപ്സ്റ്റിക് ആണ് വരുന്നത്. ക്യൂൻ ഓഫ് മാറ്റ്സിൽ വരുന്നതാണ്. ഒരു ന്യൂഡ് പീച്ച് പിങ്ക് അങ്ങനത്തെ ഒരു എവറിഡേ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു പ്ലം ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ട്. മൂന്നും നല്ല അടിപൊളി പിഗ്മെന്റഡ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്ന നല്ല മാറ്റ് ഫിനിഷ്, നമ്മുടെ ലിപ്സിലുള്ള ഫൈൻ ലൈൻസ് ഒക്കെ ബ്ലർ ചെയ്യുന്ന അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ MRP വന്നിട്ട് 499 രൂപ. ശരിക്കും നമുക്ക് ഈ ഒരു മിനി ലിപ്സ്റ്റിക്സ് ഒക്കെ മതി. ഇത് തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പല ഷെയ്ഡ്സ് ഉണ്ടാക്കാം. അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് അവരുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഹൈ കവറേജ് ഫൗണ്ടേഷൻ, SPF 50 ഉണ്ട്, പിന്നെ PA++++ UVA UVB പ്രൊട്ടക്ഷൻ ഉള്ള ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ ബാക്കപ്പ് ആയിട്ട് മേടിച്ചതാണ് കേട്ടോ. അവരുടെ ഈ ഒരു ഫൗണ്ടേഷൻ സെയിം ഞാൻ ഓഫ്ലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ബാക്കപ്പ് ആയിട്ട് അത് മേടിച്ച് വെച്ചത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 379 രൂപയാണ്. ഷെയ്ഡ് 05 ആണ് കേട്ടോ. ഒരു മീഡിയം ടു ടാൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ഇതുവരെ എൻ്റെ വെറ്റ് ആൻഡ് വൈൽഡ്, ലോറിയൽ, മെബിലിൻ, പിന്നെ ലാസ്റ്റ് ഞാൻ മേടിച്ചത് ഫേസസ് കാനഡ. ഈ 4 ഫൗണ്ടേഷൻസ് യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഹൈ കവറേജ് ആയതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണ്, പക്ഷെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. ഈസി ആയിട്ട് ബ്ലെൻഡബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഓക്സിഡൈസ് ആവുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓയിലി ആവുന്ന ഒരു സ്കിന്നാണ്. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മളുടെ ക്ലൈമറ്റിന് ഓക്കെ ആയിട്ടുള്ള ഒരു തരം ഫൗണ്ടേഷനാണിത്. സൂപ്പറാണ്. പിന്നെ മേടിച്ചത് അവരുടെ കൺസീലർ ആണ് കേട്ടോ. ഞാൻ 2 കൺസീലർ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഓറഞ്ച് കൺസീലറും, പിന്നെ ഒരെണ്ണം 06 ഹണി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡുമാണ്. ഇതും ഞാൻ ആദ്യം ഓഫ്ലൈനിൽ മേടിച്ചിട്ട് ഓക്കെ ആയതുകൊണ്ട് ബാക്കപ്പ് ആയിട്ട് മേടിച്ചതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മേടിക്കുന്നത്. ഇതും നല്ലതാണ്, ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഈസിയാണ്, അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് ഇല്ല, മുഖത്ത് അത്രയൊരു കളർ ചേഞ്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൺസീലർ ടോട്ടലി സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം അവരുടെ ഫൗണ്ടേഷൻ തന്നെ ഏറെക്കുറെ നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആക്കുന്നുണ്ട്. സോ ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസീലറിൻ്റെ ആവശ്യമില്ല. ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് 249 രൂപയാണ്. ഇനി എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റാണ് അവരുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ കേട്ടോ. റേറ്റ് വന്നിട്ട് 149 രൂപയാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ ഓഫറിൽ മേടിച്ചതാണ്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടും പിഗ്മെന്റഡ് അല്ല, അതുമല്ല എൻ്റെ ഒരു സ്കിൻ ടോണിന് ചേരുന്ന ബ്രൗണും അല്ല, ലോങ് ലാസ്റ്റിങ്ങും അല്ല. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറുതായിട്ടൊരു ചിലപ്പൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പുതിയത് എന്തായാലും ഇപ്പോൾ വാങ്ങുന്നില്ല ഞാൻ. സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് ഒരു ഐലൈനർ ആണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന ഐലൈനർ ആണ്. വാട്ടർ പ്രൂഫ് ആണ്, നല്ല കംഫർട്ട് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഒട്ടുമിക്ക ഐ ഷാഡോ, പിന്നെ മസ്കാര, ഐലൈനർ ഇതൊന്നും എൻ്റെ കണ്ണിലേക്ക് പറ്റാറില്ല. പക്ഷെ മാർസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. വളരെ കുഞ്ഞി ഐലൈനർ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 199 രൂപ. നമുക്ക് വിങ് ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ല എളുപ്പത്തിലുള്ള നല്ല പോയിന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേറ്ററാണ്, ബ്രഷാണ് വരുന്നത്. നല്ല ഐലൈനർ ആണ്. അടുത്തത് ഞാനൊരു ഊഹം വെച്ച് വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് അവരുടെ ഈ ഒരു ഇല്ലുമിനാറ്റി ബേസ്. എന്താ പറയുക, ഞാൻ എനിക്ക് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം വാങ്ങിയിട്ട് എനിക്ക് ഒട്ടും ചേരുന്നില്ലായിരുന്നു. പക്ഷേ ഇതുണ്ടല്ലോ, നമുക്ക് ബേസായിട്ട് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോപ്പ് ക്രീം പോലെ നമുക്ക് പുറത്തൊരു ഹൈലൈറ്റർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതും നമ്മൾ ഷെയ്ഡ് നോക്കി വാങ്ങിക്കണം. എൻ്റെത് 01 ഗോൾഡൻ ബീം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഒരു ചെറിയൊരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ഒക്കെ, ഒരു ഒട്ടും ടെക്സ്ചേർഡ് അല്ലാത്ത സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ഒക്കെ തരും, നല്ലൊരു ഷൈനിങ് തരും. നല്ല അടിപൊളി പ്രോഡക്റ്റ്, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 329 രൂപയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മേടിച്ച മൊത്തത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർസിൻ്റെ പ്രൊഡക്റ്റ് ഈ ഒരു ഇലുമിനാറ്റി ബേസ് ആണ് കേട്ടോ. അടിപൊളി.
ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൊഡക്റ്റിന് ഒരു പെയിൽ യെല്ലോ കളറാണ് വരുന്നത്. പക്ഷെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ആ ഫേസിന് കിട്ടുക. സെറ്റിംഗ് പൗഡർ ആണ് കേട്ടോ, മാർസിന്റെ ട്രെൻഡ് സെറ്റർ പൗഡർ ആണ്. ഇതൊരു ബനാന കളർ പൗഡർ ആണ് കേട്ടോ. ഇതും നമുക്ക് ട്രാൻസ്ലൂസന്റ് ഉണ്ട്, പിന്നെ ഈ ഒരു ബനാന കളറും ഉണ്ട്. ഞാൻ ബനാന കളറാണ് എടുത്തേക്കുന്നത്. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഒന്നും തരാത്ത ഒരു പൗഡറാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഒരു സ്പഞ്ചും കൂടെ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് വരുന്നത് ദേ ഇങ്ങനെയാണ്. ഇത് ഞാൻ കൂടുതലാക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റൊക്കെ താഴെ വീഴും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എത്രയായിരുന്നു? 299 രൂപ. ഇതും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല സ്മൂത്ത് ഫിനിഷൊക്കെ നമ്മളുടെ ഫേസിന് തരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇതും അടിപൊളി പ്രൊഡക്റ്റാണ്. അടുത്തത് ഈ ഒരു പാലറ്റ് കണ്ടോ. ഇത് ഐഷാഡോ മാത്രമല്ല, ഓൾ ഐ നീഡ് മേക്കപ്പ് കിറ്റാണ്. ഇതിൽ ബ്ലഷ്, ഹൈലൈറ്റർ, കോണ്ടോർ, ഐഷാഡോ അങ്ങനെ 12 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഷിമ്മർ ഷെയ്ഡും ഉണ്ട്, മാറ്റ് ഷെയ്ഡും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് 399 രൂപയാണ്. നിങ്ങളൊരു ബിഗിനറൊക്കെയാണ്, എല്ലാം കൂടെ വാങ്ങിക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒറ്റൊരെണ്ണം മേടിച്ചാൽ മതി കേട്ടോ. നമുക്ക് എവറിഡേ ലുക്കിന് പറ്റുന്ന ഐഷാഡോ കളേഴ്സ് ആണുള്ളത്. നല്ല പിങ്ക്, ന്യൂഡ് പിങ്ക്, പീച്ച്, പിന്നെ കുറേ ബ്രൗൺ ഷെയ്ഡ്സ്, ഷിമ്മർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഹൈലൈറ്റർ ഒക്കെ ഉണ്ട്, ബ്ലഷും ഉണ്ട്. പക്ഷെ പൗഡർ ബ്ലഷും ഹൈലൈറ്ററും ഒന്നും അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് ലിക്വിഡ് ഫോം തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് എല്ലാം ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പാലറ്റ് മേടിച്ചാൽ മതി. നല്ല പിഗ്മെന്റഡ് ആണ്. ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. എല്ലാം നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. ഒരു പിങ്ക് കളറാണ്. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു പാലറ്റാണ്. ഇതും ഒരു മസ്റ്റ് ബൈ ആണ് കേട്ടോ. നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. അടുത്തത് നിങ്ങൾക്ക് നല്ലൊരു ബ്ലഷ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ബ്ലഷ്, ലിക്വിഡ് ബ്ലഷ് സൂപ്പറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 299 രൂപ. കുഞ്ഞു ട്യൂബിലാണ് വരുന്നത്, പക്ഷെ കുറച്ചെടുത്താൽ മതി. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ബ്ലഷാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ട്വിലൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇതും നിങ്ങളുടെ സ്കിൻ ടോണും അണ്ടർ ടോണും ഒക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ ഒരു മീഡിയം ടു ടാൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നല്ലതാണ്. ഇത് തന്നെ കൂടുതലാണ് കേട്ടോ നമ്മളുടെ ഒരു ഫേസിലേക്ക്, നമ്മളുടെ ചീക്സിലും നോസിലും ഒക്കെ കൂടെ ഇത് ഇത്തിരി മതി. നല്ല പിഗ്മെന്റഡ് ആണ്. സോ ഇതൊരു മസ്റ്റ് ബൈ. നിങ്ങൾക്ക് ബ്ലഷ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അടിപൊളിയാണ്. ഇതെന്തായാലും ഇട്ടില്ലേ, അപ്ലൈ ചെയ്ത് നോക്കട്ടെ. കണ്ടോ, ഭയങ്കര കളറാ. എന്നിട്ടും ഇത്രയും ബാക്കി. പോസിറ്റീവ് റിവ്യൂസ് മാത്രം കണ്ടിട്ടായിരുന്നു ഞാൻ അവരുടെ ഈ ഒരു മസ്കാര വാങ്ങിച്ചത്. ഇത് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. റേറ്റ് 299 രൂപയാണ്. ഇത് ഡബിൾ ട്രബിൾ മസ്കാരയാണ്. ഇതിൽ വോളിയം തരുന്ന ഒരു പോർഷനും ഉണ്ട്, പിന്നെ ലെങ്തൻ ചെയ്യുന്ന ഒരു പോർഷനും ഉണ്ട്. അങ്ങനെ 2 ആപ്ലിക്കേറ്ററിൽ വരുന്നതാണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റെപ്പ് 1 ലെങ്ത്തിനുള്ളതാണ്. പിന്നെ ഇത് വോളിയം തരാൻ. ഈ ലെങ്ത്തിനുള്ളത് ഇടുമ്പം ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ആപ്ലിക്കേറ്ററും നല്ലതാണ്. ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്ററാണ് വരുന്നത്. പക്ഷേ ഇത് ഇടുമ്പോഴും ഐലാഷസിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ വോളിയം തരുന്നത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ ഒന്നായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഒരുമിച്ച് വരുന്നു. ഇത് എത്ര ഇതിലോട്ടാക്കിയാലും മെസ്സാവാന്നല്ലാതെ പ്രൊഡക്റ്റ് അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് തിക്കായിട്ടുള്ള ആപ്ലിക്കേറ്റർ, ഒരു എന്താ പറയുക, എൻ്റെ ലാഷസ് നന്നായിട്ട് ക്ലംബി ആവുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പേര് ഞാൻ കണ്ട റിവ്യൂസിലൊക്കെ എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത്. എനിക്ക് മാത്രമേ ഇഷ്ടപ്പെടാത്തതുള്ളൂ. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസെൻസിൻ്റെ ഹൈലൈറ്റർ ആയിരുന്നു. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, എസെൻസിൻ്റെ ലിക്വിഡ് ഹൈലൈറ്റർ. പക്ഷേ ഇവരുടെ ഹൈലൈറ്റർ ഉണ്ടല്ലോ, റേറ്റും കുറവാണ്. അതുപോലെ തന്നെ എസെൻസിൻ്റെ അതേ ഹൈലൈറ്ററിൻ്റെ കാണാനൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, പെർഫോമൻസ് അതുപോലെ ഉണ്ട്. നമ്മൾ ചീക്സിൽ ഇട്ട് കഴിഞ്ഞാലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയുന്നില്ല. കാരണം ഒരു ചങ്കി ഗ്ലിറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഹൈലൈറ്റർ ആണ് അവരുടേത്. ഇതും നമ്മൾ ഷെയ്ഡ് നോക്കി വാങ്ങണം, അതായത് നമ്മളുടെ സ്കിൻ ടോണും അണ്ടർ ടോണും നോക്കി വാങ്ങണം. എൻ്റെത് വിങ് ഷാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 രൂപയാണ്. നല്ലൊരു ഗ്ലാസ് ബോട്ടിലായിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഹൈലൈറ്ററാണ്. സാധാരണ നമ്മൾ ലിക്വിഡ് ഹൈലൈറ്റർ ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ താഴെയുള്ള
ഫൗണ്ടേഷനൊക്കെ ഒന്ന് തെന്നിപ്പോവും. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല, ഒരു ചങ്കി ഗ്ലിറ്റേഴ്സ് ഒന്നുമില്ല, നല്ല സ്മൂത്ത് ഫിനിഷ് തരുന്ന ഹൈലൈറ്ററാണ്. കൂടുതലൊന്നും പറയാനില്ല. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെയുള്ളത് അവരുടെ ലവ് ട്രാക്ക് കളക്ഷനിൽ വരുന്ന ഈ ഒരു ലിപ് ടിൻറ്റ്. ഇതും മൊത്തത്തിൽ ഞാൻ പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് എൻ്റെ ലിപ്സിലേക്ക് ലിപ് ടിൻസ് ഒന്നും വർക്ക് ആവാറില്ല, കാരണം അവിടെ ആയിട്ടാണ് പിഗ്മെൻറ്റ് പിടിക്കുക. അതുകൊണ്ടായിരിക്കണം. ഇതും അതുപോലെ തന്നെ. അതുമല്ല, ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊരു മുറുക്കാനൊക്കെ എടുത്തില്ലേ, അതിൻ്റെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അതല്ല, ലോങ് ലാസ്റ്റിങ്ങും അല്ല. ഈ ഒരു കളറാണ് വരുന്നത്. മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റ് 3 ഉണ്ട്. ഒന്ന് മസ്കാര, പിന്നെ ഒന്ന് ഐബ്രോ പെൻസിൽ, പിന്നെ ഈ ഒരു ലിപ് ടിൻറ്റും. ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു മേക്കപ്പ് ഫിക്സർ ആണ്. സീൽഡഡിയിൽ മേക്കപ്പ് ഫിക്സർ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 299 രൂപയാണ്. പക്ഷേ ആ റേറ്റിന് ഇതത്ര വെർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയായിട്ട് തോന്നിയിട്ടില്ല. എന്താ പറയുക, ആൽക്കഹോൾ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പക്ഷേ ഫേസിലിട്ടാൽ വേറെ ബേണിംഗ് സെൻസേഷനും കാര്യങ്ങളൊന്നുമില്ല, കംഫർട്ടബിൾ ആണ്. എന്നാലും ഇത് അപ്ലൈ ചെയ്താലും മേക്കപ്പ് കുറച്ച് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. നമ്മൾ ടിഷ്യൂ പേപ്പർ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മേക്കപ്പ് കുറച്ച് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. കംപ്ലീറ്റ്ലി മേക്കപ്പ് ലോക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ്. സോ ഇത് നിങ്ങൾക്ക് ഒരു മസ്റ്റ് ബൈ ആയിട്ട് വേണമെന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഓൾറെഡി അവരുടെ എല്ലാ പ്രൊഡക്റ്റും ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് അപ്ലൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം റിവ്യൂസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഗിവ് അവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞ പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 പ്രൊഡക്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ഗിവ് അവേയുടെ ആ ഒരു ഷോർട്സിൽ ഒരാൾ എന്നെ 10 കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയും ഇടേണ്ട ആവശ്യമില്ല, ഒരു കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ജൂൺ 14 ആണ്. ഞാനൊരു ജൂലൈ 14 അനൗൺസ് ചെയ്യുക. 1 മന്ത് എടുക്കുന്നുണ്ട്, കാരണം എൻ്റെ വീഡിയോ റീച്ച് ആവാനൊക്കെ സമയം എടുക്കുന്നതാണ്. ഇപ്പം തന്നെ നോക്കിയാൽ കാണാം, ലോങ് വീഡിയോസ് ഒന്നും ഇപ്പോഴും ഒരു 200 പേര് പോലും കാണുന്നുണ്ടാവില്ല. സോ ഒരു മിനിമം ഒരു വ്യൂസ് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പം ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട 3 പ്രൊഡക്റ്റ് കമൻറ്റ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.